അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പുതുവർഷഫലം എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഡിസംബറിൽ രാഹു മകരത്തിലേക്കും കേതു കർക്കിടകത്തിലേക്കും പിൻഗതിയായി പരക്കുകയും വർഷാരംഭത്തിൽ ചൊവ്വ ഉച്ചരാശിയായ മകരത്തിലേക്ക് വരുന്നതും പ്രസ്താവ്യമാണ്. ഈ മുഖ്യമായ ഗ്രഹസഞ്ചാരങ്ങളെ മുൻനിർത്തി അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വാർഷിക നക്ഷത്രഫലം എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് അശ്വതി. 2025 നിന്നും വലിയ തോതിലുള്ള മാറ്റമൊന്നും ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകണമെന്നില്ല. എന്നാലും ഭൂമിയിൽ നിന്ന് ആദായമുണ്ടാകാനോ വസ്തു വാങ്ങാനോ ഗൃഹം നിർമ്മിക്കുവാനുള്ള സാഹചര്യമോ എന്നിങ്ങനെയുള്ള ശുഭകാര്യങ്ങൾ ഉദയം ചെയ്യാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതാണ്. സംഘടനകളിൽ ശോഭിക്കുകയും ചെയ്യും. ഭാഗ്യാധിപനായ വ്യാഴൻ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ മികച്ചതാകും. തൊഴിലിൽ പുരോഗതി പ്രതീക്ഷിക്കാം. വിദേശയാത്രകൾ സാധ്യമാകുന്നതാണ്. കരാർ പണികളിൽ സ്ഥിരപ്പെടും. പുതിയ വാഹനം വാങ്ങിക്കുവാൻ ഇടയുണ്ട്. ഭാഗ്യക്കുറി, ചിട്ടി, ഞറുക്കെടുപ്പ് എന്നിവയിലൂടെ ധനാഗമമുണ്ടാകും. പ്രണയം വിവാഹത്തിലെത്തും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാകും. നിക്ഷേപങ്ങളിലൂടെ ആദായമുയരും. മാർച്ച്, ജൂലൈ, നവംബർ മാസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം ഭരണി. കാഴ്ചപ്പാടുകൾ മാറിവരാം. കൂടുതൽ ഭൗതിക താൽപ്പര്യങ്ങൾ വന്നെത്തുന്നതാണ്. ജീവിത നിലവാരം മുന്നത്തേക്കാൾ മെച്ചമാകും. ഉദ്യോഗസ്ഥർക്ക് പദവിക്കയറ്റം, വേതന വർധനവ് ഇവ സാധ്യമായേക്കും. വിദ്യാഭ്യാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കുവാനും അർഹതയ്ക്കൊത്ത ജോലി ലഭിക്കുവാനും സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. വിദേശത്ത് പഠനം, തൊഴിലന്വേഷണം എന്നിവ സഫലമാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. കലാരംഗത്ത് ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്നതിലൂടെ ലക്ഷ്യത്തിലെത്തും. സ്വയം തൊഴിൽ വളർച്ച പ്രാപിക്കും. കടബാധ്യതകൾ ജൂൺ മാസത്തിന് ശേഷം പരിഹരിക്കാനാകും. ഗൃഹനിർമ്മാണത്തിനും സാധ്യത കാണുന്നു. അവിവാഹിതർക്ക് ദാമ്പത്യത്തിൽ പ്രവേശിക്കുവാനും ചെറുപ്പക്കാർക്ക് ആഡംബര വാഹനം സ്വന്തമാക്കുവാനും സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം കാർത്തിക. ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദ്യോഗരംഗത്ത് സമ്മർദ്ദം കുറയുന്നതാണ്. പുതിയ ഉത്തരവാദിത്വങ്ങൾ വിജയപഥത്തിലെത്തിക്കുവാനും സാധിക്കും. പാർട്ട്ണർഷിപ്പ് വ്യവസായം പുഷ്ടിപ്പെടുന്നതാണ്. സഹോദരരുമായുള്ള സ്വത്ത് വ്യാപാരം രാജിയാകുവാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ കുറയ്ക്കാൻ ശ്രമം തുടരുന്നതാണ്. സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ കരുതലുണ്ടാകണം. ഗൃഹം നവീകരിക്കുവാൻ പ്രതീക്ഷിച്ചതിലും ചെലവുണ്ടാകും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട്. കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയവുമാണ്. പ്രണയത്തിൽ എതിർപ്പുകൾ നേരിടുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാർക്ക് തൊഴിൽപരമായി ഭിന്നദിക്കുകളിൽ അല്പകാലമെങ്കിലും കഴിയേണ്ടതായി വരും. മക്കളുടെ കാര്യത്തിൽ ചെറിയ ഉത്കണ്ഠകൾ ഉടലെടുക്കുവാനും സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം രോഹിണി. വ്യാഴം 2-ലും 3-ലും ശനി 11-ലും സഞ്ചരിക്കുകയാൽ അഭീഷ്ടപ്രാപ്തി കൈവരിക്കുന്ന വർഷം തന്നെയാകും. സാമ്പത്തിക ക്ലേശങ്ങൾ ഒട്ടാകെ പരിഹൃതമാകും. ലോൺ മൂലം ധനാഗമനം ഉണ്ടാകുന്നതാണ്. ഭൗതിക പുരോഗതി ദ്രുതഗതിയിൽ കൈവരിക്കും. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും തുടങ്ങിക്കഴിഞ്ഞവർക്ക് പൂർത്തീകരിക്കുവാനും സാധിക്കും. ആഗ്രഹിച്ച വാഹനം വാങ്ങുന്നതാണ്. നവീന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. ഉദ്യോഗപ്രവേശം, തൊഴിലിൽ നല്ല ഉയർച്ച എന്നിവയും സ്വാഭാവിക നേട്ടങ്ങളാണ്. പഠനത്തിൽ ഏകാഗ്രതയും മികച്ച വിജയവും സിദ്ധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കും. 4-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാൽ ഇടയ്ക്കിടെ മനക്ലേശങ്ങളും ആരോഗ്യകാര്യത്തിൽ ചില ഉത്കണ്ഠകളും കൂടി ഭവിക്കുന്നതായിരിക്കും. ഇനി അടുത്ത നക്ഷത്രം മകയിരം. ഇടവം, മിഥുനം കൂറുകളിലായി മകരം നക്ഷത്രം ഉൾപ്പെടുന്നു.
ഇടവക്കൂറുകാർക്ക് ശനി 11-ലാണ് വർഷം മുഴുവൻ എന്നത് ധനവർദ്ധനവ് അധികരിക്കുവാനും കഷ്ടങ്ങളെ അതിജീവിക്കുവാനും അവസരമൊരുക്കുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി തുടരുകയാൽ തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കുവാൻ കഠിനാധ്വാനം ആവശ്യമാണ്. തൊഴിൽ തേടുന്നവർ നിരാശപ്പെടില്ല. എന്നാൽ അർഹിക്കുന്ന ജോലിക്കായി കാത്തിരിക്കേണ്ടി വന്നേക്കും. വ്യാഴം വർഷത്തിൽ പകുതി വരെ ഇടവക്കൂറുകാർക്കും ജൂൺ മുതൽ മിഥുനക്കൂറുകാർക്കും ഗുണം ചെയ്യും. എങ്കിലും പൊതുവെ ഭൂമിയിൽ നിന്നും ആദായം, ഗൃഹനിർമ്മാണം, വിദേശയാത്ര, അപ്രതീക്ഷിത ധനലാഭം, അനുരാഗപുഷ്ടി, ദാമ്പത്യത്തിൽ സമാധാനം, സംതൃപ്തി, രോഗങ്ങളാൽ ഉപദ്രവം എന്നിവ മകയിരം നാളുകാർക്ക് 2026 പ്രതീക്ഷിക്കാവുന്ന അനുഭവങ്ങളാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര. ജന്മത്തിലും 2-ലുമായി വ്യാഴം 10-ാം ഭാവത്തിൽ ശനിയും 9-ൽ രാഹുവും സഞ്ചരിക്കുന്ന വർഷമാണ്. പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകും. സ്വാഭാവികമായ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കില്ല. ഭാഗ്യപുഷ്ടി ഇല്ലെന്ന തോന്നൽ വരും. ക്രമേണ സാമ്പത്തിക പരാധീനതകൾ കുറയുന്നതാണ്. സ്വന്തം സംരംഭങ്ങൾ തുടങ്ങുവാനും ചില കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമെങ്കിലും ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്ന തത്വം അനുഭവത്തിലൂടെ അറിയാനിടവരും. വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ വീട് വാങ്ങാനോ നിർമ്മിക്കുവാനോ സാധിക്കുന്നതാണ്. സാങ്കേതിക വിഷയങ്ങളിൽ ഉയർന്ന ബിരുദം നേടാനാകും. വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. പിണങ്ങി നിൽക്കുന്നവർക്ക് വീണ്ടും ഒത്തുചേരുന്നതിന് സാധിക്കും. അടുത്ത നക്ഷത്രം പുണർദം. മിഥുനം, കർക്കിടകം കൂറുകളിലായി വരുന്ന പുണർദം നാളുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം വന്നെത്തുകയും അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനാവുകയും ചെയ്യും. പാർട്ണർഷിപ്പ് രീതിയിൽ പുരോഗമിക്കുവാനും സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ വർഷപ്പകുതിയാവണം. ഏജൻസികളിലൂടെ വരുമാനം ഉയരുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യത കാണുന്നു. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തും. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ഫലിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. വാഹനലാഭവും നവീന ഗൃഹോപകരണ ലബ്ധിയും ഭവിക്കും. ബന്ധുക്കളുമായുള്ള വിരോധം നീങ്ങി ഇണക്കത്തിലാകുവാനും സാധ്യതയുണ്ട്. തടസ്സങ്ങളുണ്ടാകുമെങ്കിലും അനുരാഗം സഫലമാകുന്നതാണ്. വിദേശയാത്രകൾക്ക് സാഹചര്യം സംജാതമാകും. ഇനി അടുത്തത് പൂയം നക്ഷത്രം. വ്യാഴം 12-ലും ജന്മത്തിലും ശനി 9-ലും രാഹു 8-ലും സഞ്ചരിക്കുന്നു. ഈ വർഷം കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്നതായിരിക്കും. പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശിക്കാൻ ആവർത്തിത ശ്രമങ്ങൾ ആവശ്യമാകും. വ്യാപാരം, വ്യവസായം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വൈകുന്നതാണ്. നിലവിൽ ബിസിനസ്സിൽ കിടമത്സരങ്ങളുണ്ടാകും. രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ ഉയരുന്നതായിരിക്കും. ദൂരദിക്കിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്ഥലം മാറ്റം വൈകാനിടയുണ്ട്. വീട് പണി മെല്ലെ മുന്നോട്ടു പോകും. പുതുവാഹനം വാങ്ങിയേക്കും. കടബാധ്യതകൾ അലട്ടും. മക്കളുടെ ജോലി, വിവാഹം തുടങ്ങിയവ ഈ വർഷത്തിൻ്റെ പകുതിക്കുമേൽ ഫലവത്താകും. തീർത്ഥാടന യോഗമുണ്ട്. ആരോഗ്യ ജാഗ്രത അനിവാര്യമാണ്. ഇനി അടുത്തത് ആയില്യ നക്ഷത്രം. അഷ്ടമരാഹു, 12-ലെ വ്യാഴം എന്നിങ്ങനെ വർഷാരംഭത്തിൽ പ്രതികൂല ഗ്രഹസ്ഥിതിയാണ് ഉള്ളത്. എങ്കിലും ചില നുറുങ്ങുഭാഗ്യങ്ങളും അല്പസന്തോഷങ്ങളും വന്നു ചേരാതിരിക്കില്ല. വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും. വിപണിയുടെ സ്പന്ദനം തിരിച്ചറിയുകയാൽ വ്യാപാരത്തിൽ കുറഞ്ഞ തോതിലുള്ള ആദായമെങ്കിലും വന്നെത്തും. വായ്പകൾ നേടാൻ ആവർത്തിത പ്രയത്നം ആവശ്യമാണ്. കൂടുതൽ ധനം ചെലവിന് വേണ്ടി വന്നേക്കും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആശാസ്യമല്ല. കരാർ പണികളും വേണ്ടെന്ന് വയ്ക്കരുത്. ജൂൺ മുതൽ സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമാകും. പ്രണയാനുഭവങ്ങൾ ജീവിതത്തെ ഊഷ്മളമാക്കുന്നതാണ്. ഈ വർഷം വസ്തു വാങ്ങുന്നതിന് സാധിച്ചേക്കാം. അടുത്തത് മകരം നക്ഷത്രം. വ്യാഴം 11-ലും 12-ലും രാഹു 7-ലും
ശനി അഷ്ടമത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഗുണവും ദോഷവും ലാഭവും നഷ്ടവും മാറി മാറി അനുഭവപ്പെടുന്നതാണ്. പഴയ കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാനും ഭൂമി വിൽപ്പനയിൽ തടസ്സങ്ങൾ വരാനും ഇടയുണ്ട്. ഇൻഷുറൻസ്, ചിട്ടി, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്നും ധനാഗമമുണ്ടാകും. ഉദ്യോഗം തേടുന്നവർക്ക് അന്യനാട്ടിൽ അവസരങ്ങൾ കിട്ടാം. വഴി വ്യാപാരം, ചെറു സംരംഭങ്ങൾ, കമ്മീഷൻ പ്രവർത്തനം എന്നിവ ഗുണകരമാകും. സഹോദര ഗുണം കുറയുന്നതാണ്. ദുരാരോപണങ്ങളെ നേരിടും. മത്സരങ്ങളിൽ എതിർപ്പ് അധികമാകും. പൂർവിക സ്വത്തിനായി വ്യവഹാരം വേണ്ടി വന്നേക്കാം. പ്രണയാഭ്യർത്ഥനകൾ നിരസിക്കപ്പെടാൻ ഇടയുണ്ട്. തീർത്ഥാടനം, ദൈവിക കർമ്മങ്ങൾ എന്നിവയ്ക്ക് നേരം കണ്ടെത്തുന്നതാണ്. അടുത്ത നക്ഷത്രം പൂരം. മുൻവർഷത്തിൻ്റെ തുടർച്ച തന്നെയാകും ഈ വർഷവും. ചെറിയ കാര്യങ്ങൾ നേടാൻ വിഷമിക്കുകയും വലിയ കാര്യങ്ങൾ എളുപ്പത്തിൽ കൈവരിക്കുകയും ചെയ്യും. മേലധികാരികൾ അനുകൂലിക്കും. എന്നാൽ സഹപ്രവർത്തകർ മറുചേരിയിലായിരിക്കും. ജാമ്യം നിൽക്കുക, സാക്ഷി പറയുക തുടങ്ങിയവയിൽ കരുതൽ ആവശ്യമാണ്. അവിവാഹിതർക്ക് വിവാഹം നടക്കാം. പ്രണയത്തിൽ വിഘ്നങ്ങൾ ഏർപ്പെടുന്നതാണ്. പഠിപ്പിനൊത്ത ജോലി കിട്ടുകയും എളുപ്പമാവുകയില്ല. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി വരും. പൂർവിക സ്വത്ത് വിൽക്കാനായേക്കും. ഗൃഹനിർമ്മാണത്തിൽ ഇഴച്ചിലുണ്ടാകും. അന്യദേശത്ത് പഠിക്കുവാൻ അല്ലെങ്കിൽ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഗ്രന്ഥരചന, കലാപ്രവർത്തനം തുടങ്ങിയവയിൽ ആനന്ദം കണ്ടെത്താനാകുന്നതാണ്. ആരോഗ്യപരമായി അലംഭാവം അരുത്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ചിങ്ങക്കൂറുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയും കന്നിക്കൂറുകാർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയും കൂടുതൽ അനുകൂലമാകും. സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കുവാനും കടബാധ്യത വരുത്താതിരിക്കാൻ മിതവ്യയം ശീലിക്കണം. പണയസ്വർണം തിരിച്ചെടുക്കുവാനാകും. വാടക ഇനത്തിലും മറ്റും ആദായം വരുന്നതായിരിക്കും. സ്വതന്ത്ര ചിന്താഗതി മൂലം ചിലപ്പോൾ സംഘടനയുടെ നിയമാവലി അനുസരിക്കാതിരുന്നേക്കും. ആക്ഷേപങ്ങളെ തമസ്കരിക്കുന്നതാണ്. ചെറുപ്പക്കാരുടെ പ്രണയബന്ധം തടസ്സങ്ങളെ നേരിടും. സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിച്ചേക്കും. ഗവേഷണ പ്രബന്ധങ്ങളിൽ അഴിച്ചുപണി വേണ്ടതായി വരും. ഗൃഹസ്ഥാശ്രമം തൃപ്തികരമായി തുടരുന്നതാണ്. അടുത്ത നക്ഷത്രം അത്തം. വ്യാഴം 10ലും 11ലും ശനി 7ലും രാഹു 6ലും സഞ്ചരിക്കുന്ന വർഷമാണ്. ഗുണാനുഭവങ്ങൾക്കാകും മുൻതൂക്കം. തൊഴിൽ രംഗം മെച്ചപ്പെട്ടതാണ്. ആത്മവിശ്വാസം ഉയരും. ബിസിനസ്സുകാർക്ക് വിപണിയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് കരുനീക്കങ്ങൾ നടത്താനാകും. പഠന മികവുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് ഉദ്യോഗലബ്ധി കൈവരുന്നതാണ്. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന ധനസമാഹരണം, നിക്ഷേപം എന്നിവ സാധ്യമാകും. 7ൽ ശനി സഞ്ചരിക്കുകയാൽ പ്രണയാനുഭവങ്ങൾ തടസ്സപ്പെടാം. ദാമ്പത്യത്തിലും ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ തലപൊക്കുന്നതാണ്. അന്യദേശയാത്രകൾക്ക് അവസരം വന്നു ചേരും. 6ലെ രാഹു ശത്രു ഉപദ്രവം കുറയ്ക്കും. രോഗചികിത്സ ഫലപ്രദമാകുന്നതാണ്. അടുത്ത നക്ഷത്രം ചിത്തിര. കന്നി, തുലാം കൂറുകളിലായി വരുന്ന ചിത്തിര നാളുകാർക്ക് നേട്ടങ്ങൾ കുറയില്ല. ഒപ്പം പരിമിതികൾ ബോധ്യമാകും. ചിലപ്പോൾ പരാധീനതകളും അനുഭവപ്പെടും. നിലവിലെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. അകലങ്ങളിൽ നിന്ന് ആശിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം കിട്ടും. വിദേശ തൊഴിലിന് അവസരം സജ്ജമാകും. സംഘാടന വൈഭവം കീർത്തിപ്പെടും. രാഷ്ട്രീയ ഇച്ഛകൾ സഫലമാകുന്നതാണ്. വസ്തു വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനും പരിശ്രമിക്കും. പൊതുവാഹനം വാങ്ങിയേക്കും. ആഡംബര ചെലവുകൾ കുറയുകയില്ല. ബിസിനസ്സുകാർക്ക് കിടമത്സരങ്ങളെ നേരിടേണ്ടിയും വരുന്നതാണ്. കരാർ ജോലികൾ നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. പ്രണയാഭ്യർത്ഥനകൾ നിരസിക്കപ്പെടും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അനുരഞ്ജനമില്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ്. അടുത്ത നക്ഷത്രം ചോതി. വ്യാഴം 9ലും 10ലും ശനി 6ലും കേതു 11ലും സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രായേണ നേട്ടങ്ങളും ജീവിത പുരോഗതിയും സിദ്ധിക്കും.
ജോലിയില്ലാത്തവർക്ക് കഴിവിനൊത്ത അവസരങ്ങൾ കൈവരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അഭിമാനിക്കത്തക്ക കാര്യങ്ങൾ നടക്കും. മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. സാങ്കേതിക വിദ്യയിൽ ഉന്നത ബിരുദം നേടാനാകും. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. സ്വന്തം വീട്ടിൽ താമസിക്കാനാകും. വിദേശത്ത് കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ സാഹചര്യം അനുകൂലമാകും. മകന് ജോലി കിട്ടുകയാൽ കുടുംബ പ്രാരാബ്ദങ്ങൾ കുറയുന്നതാണ്. ചെറുപ്പക്കാരുടെ പ്രണയവിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം കിട്ടും. ആരോഗ്യകാര്യത്തിൽ അലംഭാവമരുത്. അടുത്ത നക്ഷത്രം വിശാഖം. തുലാം, വൃശ്ചികം രാശികളിലായി വരുന്ന നക്ഷത്രമാണ് വിശാഖം. തുലാം കൂറുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ ഭാഗവും വൃശ്ചികക്കൂറുകാർക്ക് ജൂൺ മുതലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്വാശ്രയത്വം കൈവരുന്നതാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും സംരംഭങ്ങൾ തുടങ്ങുവാനും അവസരമുണ്ടാകും. വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം. വീട് പണി ആരംഭിച്ചവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. വസ്തു വിൽക്കുന്നവർക്ക് നിയമപ്രശ്നങ്ങൾ വരാം. രോഗക്ലേശങ്ങളിൽ പാരമ്പര്യ ചികിത്സയിലൂടെ രോഗശാന്തി നേടുന്നതാണ്. അനുരാഗികൾക്ക് ആഹ്ലാദിക്കാനാകും. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാണ്. നവീന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കും. തീർത്ഥയാത്രകൾക്ക് അവസരങ്ങളും സജ്ജമാകുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം അനിഴം. വർഷാദ്യം വ്യാഴം അഷ്ടമത്തിലാകയാൽ അധ്വാനഭാരം കുറയില്ല. പ്രയത്നഫലം അനുവദിച്ചു തരാൻ മേലധികാരികൾ മനസ്സ് വെച്ചില്ലെന്ന് വരാം. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ മടിയുണ്ടായേക്കും. പഞ്ചമത്തിലെ ശനി അനാവശ്യ ചിന്തകൾ ഉണർത്തുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠകൾ വരാം. വരവെല്ലാം ചെലവായി പോകുന്ന സ്ഥിതി വന്നേക്കും. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യാനുഭവങ്ങൾ ആവർത്തിക്കും. കർമ്മമേഖലയിൽ മുന്നേറാനാകും. സ്വന്തം ബിസിനസ് വളരും. കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതാണ്. ഭവന നിർമ്മാണത്തിന് അനുമതി ലഭിക്കും. ചിട്ടി, ഇൻഷുറൻസ് മുതലായവയിലൂടെ ആദായമുണ്ടാകും. പ്രണയിനികൾക്ക് വിവാഹിതരാവാൻ സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ട. വർഷാദ്യ മാസങ്ങൾ മുൻവർഷത്തിൻ്റെ തുടർച്ച തന്നെയാകും. അനുഭവങ്ങൾ സമ്മിശ്രമായിരിക്കും. പല കാര്യങ്ങളിലും സന്ദിഗ്ധതയുണ്ടാകുന്നതാണ്. സാമ്പത്തികമായി മിതവ്യയം ശീലിക്കണം. മേലധികാരികൾ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കില്ല. മക്കളുടെ നിർബന്ധശീലം വിഷമിപ്പിക്കാം. വസ്തുവിൽപ്പനയിൽ നഷ്ടം വരാനിടയുണ്ട്. വാഗ്ദാന ലംഘനം മൂലം അപമാനവും ഭവിക്കുന്നതാണ്. പക്ഷേ ജൂൺ മാസത്തിനു ശേഷം തൊഴിലിൽ വളർച്ച പ്രതീക്ഷിക്കാം. കലാപ്രവർത്തനം അംഗീകരിക്കപ്പെടും. പൊതുപ്രവർത്തകർ എതിരാളികളെ നിഷ്പ്രഭരാക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. വരുമാനമാർഗം ഉയർത്താൻ സാധിക്കും. മാതാപിതാക്കൾക്ക് ക്ഷേമകാലമാവും. വിദേശത്ത് അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. അവിവാഹിതർക്ക് ദാമ്പത്യപ്രവേശനം ഉണ്ടാകുവാനും സന്താനങ്ങളില്ലാത്തവർക്ക് ശുഭഫലം സജ്ജമാകുന്നതുമാണ്. അടുത്ത നക്ഷത്രം മൂലം. കണ്ടകശനി തുടരുന്നുണ്ട്. രാഹു 3-ലും വ്യാഴം 7-ലും 8-ലും സഞ്ചരിക്കുന്നു. സമ്മർദ്ദങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഹരിതഭംഗികൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പറ്റുന്ന വർഷമാണ്. പാർശ്വവൽക്കരിക്കപ്പെടാൻ തൊഴിലിടത്തിൽ ശ്രമങ്ങളുണ്ടാകും. എന്നാൽ അതിനെ മറികടക്കാൻ ഇച്ഛാശക്തിയും കർമ്മദാർഢ്യവും ഉണ്ടായാൽ മതി. ഉന്നത ബിരുദം നേടിയാലും വരുമാനമുള്ള തൊഴിലുണ്ടാകാൻ കാത്തിരിക്കേണ്ടതായി വരാം. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആലോചനാപൂർവം വേണ്ടതാണ്. വിദേശത്ത് അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട്. ഗാർഹികമായ പ്രശ്നങ്ങൾ തുറന്ന പെരുമാറ്റത്തിലൂടെ പരിഹരിക്കണം. പാർട്ട്ണർഷിപ്പ് മെച്ചപ്പെടും. അനുരാഗികൾക്ക് സന്തോഷിക്കാനാകും. ഗൃഹനിർമ്മാണം മെല്ലെയാകുന്നതാണ്. അടുത്ത നക്ഷത്രം പൂരാടം. വ്യാഴം 7-ലും 8-ലും ശനി 4-ലും രാഹു 3-ലും സഞ്ചരിക്കുകയാൽ 2025 ഫലങ്ങളുടെ
തുടർച്ചയാകും ഭാഗികമായി 2026-ലും. ജോലിസ്ഥലത്തും വീട്ടിലും സമാധാനം കുറയും. ചില സന്ദർഭങ്ങളിൽ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും. ശരിയും തെറ്റും അവ്യക്തങ്ങളാകും. വിദ്യാഭ്യാസത്തിൽ ആലസ്യത്തിനിടയുണ്ട്. പഠനം പൂർത്തിയാക്കുന്നവർക്ക് ചെറിയ അവസരങ്ങൾ കൈവരും. അന്യനാട്ടിൽ പഠനമോ തൊഴിലോ സാധ്യമാകുന്നതാണ്. രാഷ്ട്രീയത്തിൽ വെല്ലുവിളികൾ ഉയരാനും ശക്തമായ പിന്തുണകൾ കരുത്തു പകരാനും സാധിക്കും. പുതുകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ധനപരമായ കരുതലുണ്ടായാൽ മതിയാകും. ഗൃഹത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും. അനുരാഗത്തിൽ അസ്വാരസ്യം ഉയരാം. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. അടുത്ത നക്ഷത്രം ഉത്രാടം. ധനു മകരം രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രാടം. സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ജീവിതത്തെ പാടെ മാറ്റിമറിക്കുന്ന വലിയ മാറ്റങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. കാര്യപ്രാപ്തിക്ക് ചിലപ്പോൾ അമിതധ്വാനം ആവശ്യമാകും. ചെറുയജ്ഞങ്ങൾ ഗുണകരമാവാനും മതി. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ ബിരുദം സമ്പാദിക്കും. അന്യനാട്ടിൽ ജോലി കിട്ടുന്നതാണ്. ബിസിനസ് നടത്തുന്നവർക്ക് സർക്കാരിൽ നിന്നും തടസ്സങ്ങൾ വരാം. ഉപഭോക്താക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സാഹിത്യം, അഭിനയം, സംഗീതം മുതലായ കലാമേഖലകളിൽ ശോഭിക്കാനാകും. പുതുവാഹനം വാങ്ങാൻ സാധിക്കും. തീർത്ഥയാത്രകൾ നിരന്തരമാവും. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം ഉയരുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനാകുന്നതുമാണ്. അടുത്ത നക്ഷത്രം തിരുവോണം. വ്യാഴം 6-ലും 7-ലും, ശനി 3-ലും, രാഹു 2-ലും, കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുന്നു. ശനി പൂർണ്ണമായും അനുകൂലമായ ഭാവത്തിലാകയാൽ തടസ്സങ്ങളെ മറികടക്കാനാകും. സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുന്നതാണ്. തൊഴിലന്വേഷണം സഫലമാകും. മറുനാട്ടിൽ പഠനമോ ജോലിക്കോ സാധ്യത കാണുന്നു. രാഹുവും കേതുവും രോഗക്ലേശങ്ങൾ, കാര്യതടസ്സം, ധനനഷ്ടം ഇവയുണ്ടാക്കാം. ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. വ്യാഴം ജൂൺ മാസം വരെ 6-ാം ഭാവത്തിലാകയാൽ കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച പുരോഗതിയുണ്ടാവുകയില്ല. സജ്ജനങ്ങൾ വിരോധിക്കാം. ജൂൺ മാസം മുതൽ ഭാഗ്യപുഷ്ടി, കാര്യവിജയം, ധനലാഭം എന്നിവ സാധ്യമാകും. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. ആഗ്രഹിച്ച ആത്മീയ യാത്രകൾ നടത്തും. മനസ്സമാധാനം കുറയില്ല. പ്രണയം സഫലമാകുന്നതുമാണ്. അടുത്ത നക്ഷത്രം അവിട്ടം. മകരം, കുംഭം രാശികളിലായി ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അവിട്ടം. മകരക്കൂറുകാർക്ക് 7.5 ശനി അവസാനിച്ചു കഴിഞ്ഞു. കുംഭരാശിക്കാർക്ക് 7.5 ശനിയും ജന്മത്തിൽ രാഹുവുമുണ്ട്. അനുകൂല സാഹചര്യങ്ങൾ മകരക്കൂറുകാർക്ക് കൂടുതലാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുംഭരാശിക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിലുണ്ടാകും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഇളമുറക്കാരുടെ വിവാഹം തീരുമാനിക്കപ്പെടും. അകന്ന ബന്ധുക്കൾ അടുക്കാം. വസ്തുവിൽപ്പനയിലൂടെ ലാഭം നേടാനാകും. സ്വന്തമായി നടത്തുന്ന സ്ഥാപനങ്ങൾ പുരോഗതിയിലെത്തിക്കും. വാഹന ലാഭമുണ്ട്. ദാമ്പത്യത്തിൽ കരുതലുണ്ടാകണം. കടബാധ്യതകൾ കൂടരുത്. ഉന്നത ബിരുദം നേടാൻ സാധിക്കുന്നതാണ്. വീട് പണി ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നതാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. അടുത്ത നക്ഷത്രം ചതയം. പ്രധാന ഗ്രഹങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവും ഉള്ളതിനാൽ സമ്മിശ്രമാകും അനുഭവങ്ങളും. ആലസ്യം ചില കാലത്ത് മുന്നോട്ടു പോക്കിന് വിഘാതമാവാം. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറയും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആശാസ്യമല്ല. വരവിൽ കുറവ് വന്നേക്കാം. 7.5 ശനി കാലവും ജന്മനക്ഷത്രത്തിൽ തന്നെ രാഹുവും സഞ്ചരിക്കുകയാൽ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വീട് വയ്ക്കുന്നവർക്ക് നിരന്തരം ധനക്ലേശം സംജാതമാകും. ജോലി, പഠനം ഇവയ്ക്കായി വിദേശയാത്ര തരപ്പെടും. തീർത്ഥയാത്രകൾക്കും അവസരം വരും. അപരിചിതരുടെ സഹായം സ്വീകരിക്കുന്നത് കരുതലോടെയാവണം.
ചെറിയ മുതൽ മുടക്കുകളോടെയുള്ള ധനസംരംഭങ്ങൾ വിജയിക്കാം. പ്രണയവിവാഹത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. സന്താനങ്ങളില്ലാത്തവർക്ക് ആ ദുഃഖം നീങ്ങുന്നതാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി. വർഷാദ്യം കുറച്ചു മാസം ശനി ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. 7.5 ശനി കാലം തുടരുന്നുണ്ട്. രാഹുവും ജന്മരാശിയിലാണ്. വ്യാഴം സാമാന്യമായി അനുകൂല ഭാവത്തിലാണെന്നതാണ് മുഖ്യ ആശ്വാസം. ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും. മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. പുതിയ തലമുറയുമായി ചിലപ്പോൾ അകൽച്ച വരാം. തൊഴിൽ തേടിയവർക്ക് വർഷാദ്യം ഗുണം കൈവരുന്നതാണ്. ഗവേഷണം പൂർത്തിയാക്കും. ഭൂസ്വത്ത് അനുഭവയോഗ്യമാകുന്നതാണ്. വാടക ഇനത്തിൽ വരുമാനമുണ്ടാകും. തുടരുന്ന രോഗങ്ങൾക്ക് മറ്റു ചികിത്സകൾ പരീക്ഷിക്കാവുന്നതാണ്. നിക്ഷേപം, ചിട്ടി, ഞറുക്കെടുപ്പ് ഇവകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. മത്സരങ്ങളിൽ വിജയിക്കാൻ അശ്രാന്ത പരിശ്രമം ആവശ്യമാണ്. ദാമ്പത്യത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ആവർത്തിക്കും. ഇനി അടുത്ത നക്ഷത്രം ഉത്രട്ടാതി. ജന്മരാശിയും ജന്മശനിയും 12-ൽ രാഹുവും 4-ലും 5-ലുമായി വ്യാഴവും സഞ്ചരിക്കുകയാൽ നഷ്ടങ്ങളോടൊപ്പം നേട്ടങ്ങളും കഷ്ടതകളോടൊപ്പം സുഖവും അനുഭവപ്പെടുന്നതാണ്. ഗൃഹനിർമ്മാണം ക്ലേശിച്ചിട്ടാണെങ്കിലും പൂർത്തീകരിക്കും. പുതിയ വാഹനം വാങ്ങാനിടയുണ്ട്. വിദേശയാത്രകൾ, കുടുംബസമാഗമം, മക്കൾക്ക് ശ്രേയസ് തുടങ്ങിയവ ഭവിക്കുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരാം. പഠനം നല്ല രീതിയിൽ മുഴുകിപ്പിക്കുന്നതാണ്. ചെറിയ കാലതാമസമുണ്ടായാലും പഠിപ്പിനൊത്ത ജോലി ലഭിക്കുന്നതായിരിക്കും. ചെയ്തു പോരുന്ന തൊഴിലിൽ വർഷാദ്യം അല്പം മാന്ദ്യമുണ്ടാകാം. വലിയ മുതൽ മുടക്കുകൾ ഒഴിവാക്കുക. ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം അനുഭവിക്കുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമാകും. അടുത്ത നക്ഷത്രം രേവതി. ജന്മശനികാലം തുടരുകയാണ്. മനപ്രയാസവും സമ്മർദ്ദവും കുറയില്ല. ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കും. പ്രണയബന്ധത്തിലേർപ്പെടാം. കാര്യാലോചനാ സമിതികളിൽ സജീവമായി പങ്കെടുക്കും. ഗൂഢവിദ്യകൾ പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. ദുരാരോപണങ്ങൾ വലയ്ക്കുമെങ്കിലും അതിജീവിക്കാനാകും. രാഷ്ട്രീയ മത്സരങ്ങൾ കടുത്തതായേക്കും. കൃത്യാന്തരങ്ങൾ ഏറ്റെടുക്കുകയാൽ ചില രംഗത്ത് പാളിച്ചകൾ വരാം. കെട്ടിടം പണിയാൻ ഏൽപ്പിച്ചവർ അലസരാവുന്നത് കണ്ടറിയും. ദാമ്പത്യത്തിൽ വിരഹാനുഭവങ്ങൾ വരാം. ജോലിക്കാര്യമായിട്ടോ മറ്റു കാരണങ്ങളാലോ വീട് വിട്ടു നിൽക്കേണ്ടതായി വന്നേക്കും. ഉദര, പാദ, ഹൃദയരോഗങ്ങൾ മുതലായവ ക്ലേശിപ്പിക്കുന്നതാണ്. പരാശ്രയം ആവശ്യമായി വരാം. കടബാധ്യതകൾ വർഷത്തിൻ്റെ 2ാം പകുതിയിൽ പരിഹരിക്കും.